പ്രതിഷ്ഠാവൈഭവം കൊണ്ടും അത്ഭുത ഫലസിദ്ധി കൊണ്ടും കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞ പാലക്കാട് ആറങ്ങോട്ടുകര വിതൂട്ടൂർ ബാലഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ക്ഷേത്രത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒട്ടേറെ പേരാണ് ആ വീഡിയോ കണ്ട് ഈ ക്ഷേത്രത്തിൽ ആഞ്ജനേയ സ്വാമിയെ കാണാനെത്തിയത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകളും അനുഭവങ്ങളുമുണ്ട് ഈ ബാലഹനുമാനെ പറ്റി. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് പിന്തുണ കമൻ്റായി അറിയിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലെത്തി ബാലഹനുമാനെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തിയ അമ്മ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. കാത്തു രക്ഷിക്കുന്ന ഹനുമാൻ സ്വാമിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലുള്ള തന്നെയല്ലേ. എല്ലാവർക്കും എന്ത് വിളിച്ചാലും വിളിപ്പുറത്ത് ഹനുമാൻ സ്വാമി ഉണ്ടാവും. അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ കാര്യങ്ങളും ആളുടെ ഓരോ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആൾ അതിൻ്റെതായുള്ള രൂപമാറ്റങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി സംസാരിക്കാൻ ഞാൻ വന്നതിന് ശേഷമാണ് ആ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ വായെന്ന് ഒരു അക്ഷരം പുറത്തേക്ക് വന്നിരുന്നില്ല കുട്ടികളെ. ഇവിടെ വന്നു, അവരതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവരത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് വന്നിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഈ ദേവന്റെ മുന്നിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു 10 വയസ്സൊക്കെ ആയിട്ടുണ്ട്, 8-9 വയസ്സായിട്ടുണ്ടാവും കുട്ടിക്ക്. ഈ ദേവന്റെ മുന്നിൽ വന്നിട്ട് ആ കുട്ടി ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്. കൂടി വന്നൊരു 4 മാസമായിട്ടുണ്ടാവും, 5 മാസമായിട്ടുണ്ടാവുള്ളൂ ആ കുട്ടി. അതിൻ്റെ അമ്മ പറഞ്ഞ വിവരമാണ് ഞാൻ പറയുന്നത്. ഒരു ഇതിന് തെക്കേ നായർ വീട്ടിലെ ഒരു അമ്മാവൻ ഇവിടെ ഭജിച്ചിട്ട് പ്രത്യക്ഷമായിട്ട് ഹനുമാൻകുട്ടിയെ കണ്ടിട്ട് അവർ വെച്ചാത്രാൻ പല ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ളതാത്രേ. എന്ത് പ്രാർത്ഥിക്കാൻ ഭഗവാൻ നടത്തി തരുന്നുണ്ട്. എന്തെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സൊരുക്കിയിട്ട് അത്രയും കാര്യമായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ഭഗവാനോട് പറയാൻ നടക്കില്ലല്ലോ. അപ്പോൾ കാര്യമായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തി തരുന്നുണ്ട്. കാരണം ഞാൻ ആ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ അന്നുണ്ടായ കാലത്തൊക്കെ ഞാൻ ഭഗവാനോട് തന്നെ വന്ന് പ്രാർത്ഥിച്ചിരുന്നേ. ഭഗവാൻ അന്ന് നല്ലോണം എനിക്ക് സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ പ്രാർത്ഥിച്ച വെള്ളം തന്നെ നല്ല വ്യത്യാസമായിട്ടാണ് ഒരാളോട് സാധനം കൊണ്ടുപോയില്ല. അപ്പോൾ 2 പ്രാവശ്യം ഇവിടെ കളവ് പോയി, ആളെ പിടിച്ചില്ലേ, വിളക്ക് പിന്നെ ആഭരണങ്ങൾ വിട്ട് ആളെ പിടിച്ചു. അപ്പോൾ അതൊക്കെ നല്ലൊരു ശക്തിയുള്ള അമ്പലമാണ്. ഈ 5 ദിവസത്തേക്ക് തന്നെ ഇവിടേക്ക് ഇത് നോക്കാൻ ആളാണെന്നാണ് പറയുന്നത്. എല്ലാം കൊണ്ടും ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ അകമഴിഞ്ഞ എല്ലാ സംഭാവനയും കൊടുക്കും. ഞങ്ങളുടെ ശരീരം കൊണ്ട് കഴിയുന്ന എല്ലാ ഇതും ഞങ്ങൾ അമ്പലത്തിന് വേണ്ടി ചെയ്യും. കഴിയുന്നത് ഈ ഭാഗങ്ങളിലും അതെ, എല്ലാ ഭാഗത്തേക്കും അതെ. കുന്നംകോട്ടുനിന്ന്, കോഴിക്കോട്ടുനിന്ന്, കണ്ണൂരിന്ന്. അപ്പൊ അടുത്ത സഭ ഉണ്ടായി, അടുത്തുണ്ടായിരിക്കണത് അവരിവിടെ കുന്നംകുളം താമസിക്കുന്നത്. അപ്പൊ കുട്ടി 10-11 വയസ്സായ കുട്ടിക്ക് ആരെ പറഞ്ഞു വന്നത് അത്രേ. എന്നിട്ട് പിന്നെ ആ കുട്ടി അമ്മേന്ന് വിളിച്ചിട്ട് ഇവിടെ തൊഴുതുന്നാ പറയുന്നത്, അമ്മയെ വിളിച്ചിട്ട്. അപ്പൊ മൂവാറ്റുപുഴ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, അതിന് ആരും സംശയമില്ല. അവിടെ അടുത്തുള്ളവർക്കും പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു കാക്കക്കുളമുണ്ട്, അവിടെ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് ആള് വെള്ളമടിച്ച് പറ്റാതെ ബുദ്ധിമുട്ടിയിട്ട്. അപ്പോൾ അയാളെ അടുത്തുള്ളവരോട് ചോദിച്ചു, ഇതേമാതിരി ഇവിടെ അടുത്തതിൽ അമ്പലമുണ്ടോ? ചാന്തിൻ്റെ മേലെ തന്നെ ഒരു ഹനുമാൻ അമ്പലമാണെന്ന് പറഞ്ഞു. മൂപ്പരൊക്കെ തന്നെ രാത്രി 12 മണിക്കാണ് വളഞ്ഞു തിരിഞ്ഞ് ഉള്ളിൽ വന്നപ്പോൾ മൂപ്പര് നമ്മുടെ അനുഭവം പറഞ്ഞതാണ്. മൂപ്പര് അവിടെ ഹനുമാൻ സ്വാമി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഭയന്നില്ല. മൂപ്പര് വളരെ ധൈര്യത്തോടു കൂടി ഹനുമാനോട് ക്ഷമ പറഞ്ഞ് ഇവിടെ പൈസ കഴിഞ്ഞ് വെച്ചിട്ട് ആ കുളത്തിലെ വെള്ളം 3 ഇഞ്ച് വെച്ച് എത്തിക്കായിരുന്നു. എന്നിട്ട് പറ്റുന്നില്ല. എന്നിട്ട് മൂപ്പരോട് തിരിച്ചു വന്നപ്പോഴേക്കും പകുതി പറ്റിയിരിക്കുന്നു. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇതായി. മൂപ്പര് പിന്നെ വീട്ടിൽ ഭണ്ഡാരൊക്കെ വെച്ചിട്ട് ഓരോ കാര്യത്തിന് ഒഴിഞ്ഞിട്ടിട്ട് അയാളുടെ കാര്യങ്ങൾ സഹായിക്കുന്ന കാര്യങ്ങൾക്ക് ഒഴിഞ്ഞിട്ട് കാര്യങ്ങൾ സഹായിച്ചിട്ട് ഇവിടെ നിന്ന് തരാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട്. ഇവിടെ പാമ്പുംകാവും ഉണ്ട്. 7 നാഗങ്ങളാണ്. 7 നാഗങ്ങൾ അപൂർവമായിട്ട് അമ്പലങ്ങളിലും കാണാത്തൊരു സംഭവമാണ്. 7 നാഗം അമ്പലങ്ങളിൽ 1-2 നാഗങ്ങളെ വെക്കാറുള്ളൂ. ഇവിടെ 7 വെക്കുന്നത് വായിച്ചു കൊണ്ടു വെച്ചിട്ടില്ല എന്നാണ് കാരണന്മാര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാലഹനുമാനാണ്, അതൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ അപൂർവമാണ്, എവിടെയും കേട്ട് കാണില്ല. അങ്ങനെ പ്രതിഷ്ഠയാണ് ഇവിടെ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് വരുന്ന സ്ഥലമാണത്. പ്രാർത്ഥിക്കുക, അതിനുകൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രതിഫലം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മൾ രാമനെ വിചാരിച്ചാലും ഈ ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും മെയിനാണ് ഉള്ള അവിൽ നിവേദ്യം, പിന്നെ വെറ്റിലമാല, പിന്നെ വടമാല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അവിൽ നിവേദ്യമാണ് ഉള്ള മെയിനായിട്ടുള്ളത്. അത് നമ്മൾ ഭഗവാൻ ശ്രീരാമൻ കൊടുത്തുള്ളൊരു ഭോജനവസ്തുവാണ് ഈ അവിൽ നിവേദ്യം. അപ്പോൾ അത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടുള്ളൊരു വസ്തുവാണത്. അപ്പോൾ അത് നമ്മളെ വഴിപാടായിട്ട് അത്. പിന്നെ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഈ വെറ്റിലമാല, വടമാല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ ആളുടെ മെയിൻ അവിൽ നിവേദ്യമാണ്. നിങ്ങൾ കേട്ടില്ലേ? അനുഭവിച്ച് തന്നെ അറിയേണ്ടതുണ്ട് ഇവിടുത്തെ ആഞ്ജനേയൻ്റെ ശക്തി വൈഭവങ്ങൾ. അത് നേരിൽ തന്നെ വന്ന് അറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ ഭക്തർക്കും വിശ്വാസികൾക്കും രാമനാമത്തിൽ ആഞ്ജനേയൻ അതിനുള്ള അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരികെ പോരുമ്പോൾ ക്ഷേത്രപൂജാരി ബാലകൃഷ്ണ ശർമ്മ ഒരു കാര്യം പറഞ്ഞത് എന്നോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളോട് കൂടിയാണ്. എന്ത് അനിഷ്ടങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ദേവന്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ, കാര്യം പ്രാർത്ഥിച്ചാൽ അത് ദേവൻ നമുക്കത് നിറവേറ്റി തരും. അതിൽ യാതൊരു സംശയം കരുതണ്ട. കാരണം വെച്ചാൽ ദേവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതാണ് മെയിനായിട്ട്. അപ്പോൾ ദേവൻ എപ്പോഴും ഉണ്ടാവും കൂടെ. അതെ, ശ്രീരാമ ഭക്തൻ വായുപുത്രൻ ബാലഹനുമാൻ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ. ഹരേ രാമ ഹരേ കൃഷ്ണ. ശ്രീരാമ ജയം.